അമേരിക്കക്കാരുടെ ആദായ നികുതി ഒഴിവാക്കണമെന്ന വാദം ആവർത്തിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കൂടുതൽ സമ്പന്നവും ശക്തവുമായ സംവിധാനത്തിലേക്ക് യുഎസ് മടങ്ങേണ്ട സമയമാണിതെന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് വിദേശ പൗരന്മാർക്ക് നികുതി ചുമത്തിയും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് കൂടുതൽ താരിഫ് ഏർപ്പെടുത്തിയും യുഎസിനെ സമ്പന്നമാക്കുമെന്ന് വ്യക്തമാക്കി. 1913 മുമ്പ് യുഎസിൽ ആദായ നികുതി ഇല്ലായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. പകരം മുൻകാലങ്ങളിൽ അമേരിക്കയെ സമ്പന്നമാക്കിയത് താരിഫ് സമ്പ്രദായമായിരുന്നു. അത് യുഎസിന്റെ ചരിത്രത്തിലെ ഏറ്റവും സമ്പന്നമായ കാലഘട്ടമായിരുന്നു. 1887 യുഎസിൽ താരിഫ് കമ്മീഷൻ സ്ഥാപിച്ചു. ഈ കമ്മീഷന് ഒരു ധർമ്മമുണ്ടായിരുന്നു. ധാരാളം പണമുണ്ടാക്കാൻ ആ സംവിധാനത്തിന് കഴിഞ്ഞുവെന്നും ട്രംപ് പറഞ്ഞു. വിദേശ രാജ്യങ്ങളെ സമ്പന്നരാക്കാൻ നമ്മുടെ പൗരന്മാർക്ക് നികുതി ചുമത്തുന്നതിന് പകരം നമ്മുടെ പൗരന്മാരെ സമ്പന്നരാക്കാൻ വിദേശ രാജ്യങ്ങൾക്ക് നികുതി ചുമത്തുകയും താരിഫ് ഏർപ്പെടുത്തുകയും വേണമെന്നും അദ്ദേഹം ആവർത്തിച്ചു. കഴിഞ്ഞ വർഷം പ്രസിഡന്റാകാനുള്ള പ്രചരണ വേളയിലും ട്രംപ് ഈ വാദം മുന്നോട്ട് വെച്ചിരുന്നു. ആദ്യം അമേരിക്കൻ നയമനുസരിച്ച് മറ്റ് രാജ്യങ്ങൾക്കുള്ള താരിഫ് വർദ്ധിക്കുമ്പോൾ അമേരിക്കൻ തൊഴിലാളികൾക്കും ബിസിനസ്സുകൾക്കും മേലുള്ള നികുതി കുറയുമെന്നും കൂടാതെ വൻതോതിലുള്ള തൊഴിലവസരങ്ങളും ഫാക്ടറികളും നാട്ടിലേക്ക് മടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള വ്യാപാരത്തിൽ യുഎസ് ഡോളറിന് പകരം മറ്റ് കറൻസികൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ 100% താരിഫ് ഏർപ്പെടുത്തുമെന്ന് ഇന്ത്യയടങ്ങുന്ന ബ്രിക്സ് കൂട്ടായ്മയെ ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. യുഎസിൽ രാജ്യത്തുടനീളമുള്ള 328 തുറമുഖങ്ങളിൽ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഏജന്റുമാരാണ് താരിഫുകൾ ശേഖരിക്കുന്നത്. സർക്കാരുകൾക്ക് പണം സ്വരൂപിക്കുന്നതിനും അഭിവൃദ്ധി പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള കാര്യക്ഷമമല്ലാത്ത മാർഗമാണ് താരിഫുകൾ എന്നാണ് ട്രംപിന്റെ നീക്കത്തെ എതിർക്കുന്നവർ പറയുന്നത്.